ഹലോ ഗൈസ്, എല്ലാവർക്കും വലിയ സ്റ്റോക്ക് ട്രേഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ ട്രേഡിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് 2 പൊസിഷനാണ് ഇന്ന് എടുത്തിട്ടുണ്ടായത്. ഒന്ന് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷനും മറ്റൊന്ന് ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ആയിരുന്നു. ഫസ്റ്റ് ട്രേഡ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ ആ ഒരു എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കാനുള്ള റീസൺ തന്നെ നമുക്ക് പ്രീവിയസ്ലി ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോയിൽ ഒരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് നമുക്കൊരു റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക്ക് ഫോം ചെയ്തുകൊണ്ട് തന്നെ ഞാനൊരു 1:4 അതായത് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഞാൻ ടാർഗറ്റ് വെച്ചിട്ട് ആ ഒരു എൻട്രി എടുത്തു. പക്ഷേ പ്രൈസ് അത്രയും പുഷ് ചെയ്ത് പോകാൻ പറ്റിയില്ല. നമുക്കിവിടെ സെല്ലേഴ്സ് ഡോമിനൻസ് എടുക്കുന്നതാണ്. അതായത് ഈക്വൽ ഹൈ വരുന്നു. അവിടെ നിന്ന് പ്രൈസിന് പുഷ് ചെയ്ത് വീണ്ടും ആ ലെവൽ റീടെസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ നോക്കിയിട്ട് കാണാം. ഏകദേശം ഈ ഒരു ക്യാൻഡിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യായിരുന്നു. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡിൽ എനിക്ക് ഏകദേശം ഒരു 13,000 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കുറച്ച് നേരം മാർക്കറ്റിനെ വാച്ച് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെയിം ടൈപ്പ് പാറ്റേൺ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ഞാൻ ട്രേഡ് എടുക്കണ്ടായി. അതാണ് നെക്സ്റ്റ് ട്രേഡിംഗ് ഉണ്ടായത്. ഇത് ആക്ച്വലി അവസാനമാണ് ഏകദേശം എടുത്തത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം 3:09, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് 20 മിനിറ്റ്സ് മുമ്പാണ് ഈ ഒരു ട്രേഡ് ഞാൻ എടുക്കുന്നത്. നമുക്കിവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. അതിനുശേഷം റീടെസ്റ്റിലാണ് ഞാൻ ആ ഒരു എൻട്രി എടുക്കുന്നത്. കുറച്ച് കൂടുതൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ആൻറ്റിസിപ്പേറ്റഡ് മൂവ് ആയിരുന്നു. ഞാനിവിടെ പ്രൈസ് എത്തുമ്പോൾ തന്നെ ഞാനിവിടെ ഒരു ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1,100 അടുത്തെങ്ങാണ്ട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രൈസ് നമുക്കിവിടെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ പുഷ് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ വലിയൊരു ടാർഗറ്റ് വെക്കാൻ നിന്നില്ല. കാരണം മാർക്കറ്റ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ബിയറിഷ് ക്യാൻഡിലിൻ്റെ ആ ഒരു ലെവലിലാണ് ഞാൻ ആക്ച്വലി ടാർഗറ്റ് എടുത്തത്. അപ്പോൾ ആ ഒരു ട്രേഡിൽ നല്ല ഏകദേശം ഒരു 20 പോയിൻറ്റ്സിന് മുകളിൽ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ പ്രോഫിറ്റ് ഒരു 14,000 നമുക്കിന്ന് ക്ലോസ് ചെയ്യാൻ പറ്റി. അതുകൂടാതെ തന്നെ ഞാൻ ഹയേഴ്സിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ട്രേഡ്സ് ആയിരുന്നു. ആക്ച്വലി ഫയേഴ്സ് ഞാൻ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഓർഡർ ടൈപ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബ്രാക്കറ്റ് ഓർഡർ ഇതിനകത്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 2 ചെറിയ ട്രേഡ്സാണ് എടുത്തത്. ഒന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 1.5ഉം നാച്ചുറൽ ഗ്യാസിൽ ഒരു 2.25ഉം കിട്ടി. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 3,500 പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ചത് ഏകദേശം ഈ ഒരു ലെവലാണ് മേടിച്ചത്. പ്രൈസ് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് വന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീജിയനാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഏകദേശം നല്ല രീതിയിൽ റിജക്ഷൻസ് വരുന്നുണ്ട്. സോ പ്രൈസിനെ പുഷ് ചെയ്ത് ഇവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ലിക്വിഡിറ്റി മൊത്തം കഴിഞ്ഞു. ഇനി ലിക്വിഡിറ്റി ഇതിന് മുകളിലാണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇപ്പോൾ 941 നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലോട്ടൊരു പുഷ് നമുക്ക് ടാർഗറ്റൊക്കെ ഞാൻ നേരത്തെ നോക്കി വെച്ചത് ഒരു 1,020 ആണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ താഴെ വയ്ക്കാം. ഏകദേശം ഒരു 1:2 റേഷ്യോയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇവിടെ നിന്ന് 40 പോയിൻറ്റ്സ് താഴേക്കും മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 80 പോയിൻറ്റ്സിൻ്റെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഒരു ലെവൽ എന്ന് പറഞ്ഞത്. അപ്പോൾ JPL നോക്കി വയ്ക്കുക. ഇതിൻ്റെ പേര് ഗോദാവരി പവർ എന്നാണ്. നല്ലൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു പുൾ ബാക്ക് മേ ബി ഈ ഒരു ലെവലിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ 15 മിനിറ്റ് ചാർട്ടാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സഡൻ പുഷായിരുന്നു മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ടാവും. അപ്പോൾ വൺസ് ഈ ഒരു ഹയർ ലോസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് ഫില്ല് ചെയ്യുന്നത് കാണാം. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ തന്നെ ഫോം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സ്ട്രോങ് മാർക്കറ്റാണ് നമുക്ക് പറയാം. അങ്ങനെയെങ്കിൽ മേ ബി നമുക്ക് ഈ ഒരു ടോപ്പിലുള്ള ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് മേ ബി ഒരു പുഷ് മുകളിലേക്ക് തരികയും എന്നിട്ടായിരിക്കാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് ഫില്ല് ചെയ്യുന്നത്. സോ നിഫ്റ്റിയിൽ ഞാനൊരു ഫേക്ക് ഔട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പുഷ് വന്നിട്ട് നമുക്കൊരു റിവേഴ്സൽ കാണാൻ പറ്റുമായിരിക്കും. സോ നാളത്തെ ട്രേഡ്സ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. താങ്ക് യു.